അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞുതരാമെന്ന്. ഒന്നും നോക്കണ്ട കേട്ടോ. കുറച്ച് ബ്രെഡും 2-3 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ഫസ്റ്റ് തന്നെ ഞാനൊരു 3 മുട്ട എടുത്തിട്ട് ഇതുപോലെ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. 100% ട്രൈ ആക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണേ. ഇനിയിപ്പോൾ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് കുറച്ചൊരു കുരുമുളക് പൊടിയും പിന്നെ മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ കുറവാണുള്ളത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം കേട്ടോ. അതും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ടാക്കി എടുക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ബ്രെഡ് മുക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് നല്ലപോലെ എഗ് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. നമ്മൾ ബ്രെഡ് എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് എഗ്ഗും എടുത്താൽ മതി കേട്ടോ. സംഭവം സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ കഴിക്കാൻ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അത്ര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഞാനിതാ എല്ലാ ബ്രെഡും ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഈ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫ്രൈ ആക്കിയത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല കഴിക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഗുട്ടൻസ് വരുന്നത്. ഞാനിപ്പോൾ ഇതാ കുറച്ചൊരു മയണൈസ് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് കെച്ചപ്പും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാൻ കിഡുവാണ് കേട്ടോ. നമുക്ക് ചിക്കൻ്റെ ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ല. ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കുക. നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ബ്രെഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ ഓരോ സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും അധികം ബ്രെഡ് വാങ്ങുമല്ലോ. അപ്പോൾ അതിലെന്തായാലും ബാക്കിയൊക്കെ വരും. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.